പക്ഷേ അത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കരുത്. യാഥാർത്ഥ്യമാണ്, ഉറപ്പായിട്ടും യാഥാർത്ഥ്യമാണ്. അതെ, അച്ഛനും അമ്മയും പോയിക്കോളൂ. ഞാൻ കുറച്ചേരം കൂടി കിടന്നോട്ടെ. എടാ, വേറെ ആരോ വിളിച്ചു എന്നല്ലേ കിരൺ നമ്മളോട് പറഞ്ഞത്? കിരണിന്റെ പെരുമാറ്റത്തിൽ നമ്മൾ സംശയിക്കുന്നുണ്ടെങ്കിൽ ദുർഗയെ നമ്മൾ സംശയിക്കണം. വരുൺ, എനിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഈ ഒരു ഘട്ടത്തിൽ അവരെ ആറ്റുവാശ്ശേരി വന്ന് താമസം തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ അവരെ സംശയിക്കണമായിരുന്നു. ചുറ്റും നടക്കുന്ന ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാ. ഇതെങ്കിലും നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ഉമർ തൊട്ട് പുറകെ തന്നെ ഉണ്ട്. വേഗം വിട. എല്ലാം സേഫാണെന്ന് ജേഡിയോട് പറഞ്ഞതാ, എന്നിട്ട് കൈവിട്ട് പോയല്ലോ. അഖിൽ, ഒരു കാരണവശാലും നമ്മളിൽ നിന്ന് അവരകന്നു പോകാൻ പാടില്ല. കണ്ടെത്തിയേ പറ്റൂ. അമൃതമ്മയുടെ അതിൻ്റെ അകത്തുണ്ടെന്ന് നമുക്ക് 100% ഉറപ്പാ. മുഖം മറച്ചിരിക്കുന്നത് ശ്യാമ മേഡം തന്നെയായിരിക്കും. അവരെ ഏതെങ്കിലും നരകത്തിൽ ചെന്ന് ഒളിക്കുന്നതിന് മുമ്പ് നമുക്കവരെ കണ്ടെത്തിയേ പറ്റൂ. തൽക്കാലം അവരാ വഴി അങ്ങ് പോട്ടെ. കാലനും ബെഞ്ചമിനും തമ്മിലൊരു കണക്കുണ്ട്. ആ കണക്ക് തെറ്റിക്കാൻ ഒരുത്തനെ കൊണ്ടും പറ്റില്ല. നിന്നെയൊക്കെ തീർക്കാൻ ബെഞ്ചമിൻ തീരുമാനിച്ച അത് നടന്നിരിക്കും. കേട്ടടി? യശോദേ, മോളെവിടെ? അവള് മുറിയിലുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാൻ തുടങ്ങുമായിരുന്നു. എന്നാ വാ. മോളെ, അച്ഛാ, നമ്മൾ അടക്കം ചെയ്തതേ അമ്മയുടെ ബോഡി അല്ല.
എന്റെ അമ്മ മരിച്ചിട്ടില്ല. അമ്മ തിരിച്ചു വരും. എന്താ മോളെ നീ പറയുന്നത്? ദുർഗ പറഞ്ഞപ്പോഴമ്മേ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നേ. മരിച്ചത് അമ്മയാണെന്ന് പോലീസുകാർക്ക് ഒരു ഉറപ്പുമില്ല. പിന്നെ ഞാനെന്തിനാ അത് അമ്മയാണെന്ന് ഉറപ്പിച്ചു പറയുന്നേ? എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കും. എന്റെ അമ്മ തിരിച്ചു വരും. മോളെ അച്ഛാ, അച്ഛൻ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നേ. ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുക. അങ്ങനെ ഒരു തോന്നല് നല്ലതാ. ജീവിക്കാനത് ഉപകരിക്കും. പക്ഷേ അത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കരുത്. യാഥാർത്ഥ്യമാണ്, ഉറപ്പായിട്ടും യാഥാർത്ഥ്യമാണ്. അതെ, അച്ഛനും അമ്മയും പോയിക്കോളൂ. ഞാൻ കുറച്ചേരം കൂടി കിടന്നോട്ടെ. എന്താ ദേവേട്ടാ അത്? ദുർഗ പറഞ്ഞു എന്നല്ലേ അവള് പറയുന്നത്? ആത്മവിശ്വാസം കൊടുക്കാം, കൂടെ നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണോ ദുർഗ ചെയ്തത്? എന്നിട്ട് ആ കുട്ടി എവിടെ? പുറത്തു പോയതാ. തിരിച്ചു വരുമ്പോൾ ഞാൻ സംസാരിക്കാം. അനാവശ്യമായ മോളുടെ മനസ്സിൽ ഇത്തരം പ്രതീക്ഷകൾ കുത്തിവെക്കരുതെന്ന് ഞാൻ പറഞ്ഞോളാം. ഇല്ലെങ്കിൽ അത് ചെന്ന് അവസാനിക്കുന്നത് വലിയൊരു ദുരന്തത്തിലായിരിക്കും. യെസ്, ഞങ്ങൾ നിങ്ങൾക്ക് അടുത്തെത്താറായി. ഓക്കെ. ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചതാ, പക്ഷെ അവർ രക്ഷപ്പെട്ടു പോയി. രക്ഷപ്പെട്ടവരെ പറ്റി വീണ്ടും സംസാരിച്ചിട്ട് കാര്യമില്ല. അവര് ഈ ഏരിയ തന്നെയാണെന്ന് ഉറപ്പാണോ? അതെ, ഇങ്ങോട്ട് വരാൻ ഈ ഒരു വഴിയേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് കാടാണ്. ഞങ്ങളെല്ലാം അങ്ങോട്ട് പോയിട്ടുമില്ല.